Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park Thiruvananthapuram in association with Al-Falah Group of Hotels, Hotel Dubai International, Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. Samtrupti 100% pure coconut oil. Welcome to a vibrant episode of our Focus. Let's see our first segment, Samson and Sons Builders and Developers Game Show. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഫോക്കസിന്റെ പാർപ്പിടം സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാർപ്പിടം സെഗ്മെന്റിൽ നമ്മളോടൊപ്പം ഒരു ഫാമിലി ഉണ്ട്. നമുക്ക് ഇവരെ പരിചയപ്പെടാം. പേരെന്താണ്? സുനീർ. എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണോ? പേരെന്താണ്? സുധീർ. ഇവിടെ ട്രിവാൻഡ്രത്താണ്? നെടുമങ്ങാട്. എന്ത് ചെയ്യുന്നു? ഹൗസ് പെയിന്റിംഗ് ആണ്. ഓക്കെ. മോളുടെ പേരെന്താണ്? അൽഫിയ. എത്രാം ക്ലാസ്സിൽ അൽഫിയ പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. മോന്റെ പേരെന്താ? മുഹമ്മദ് സുഫിയ. ഉമ്മയുടെ പേരെന്താണ്? സുലേഖ ബീവി. മോന്റെ പേര്? ചേട്ടന്റെ പേരെന്താണ്? മോഹൻ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. സാധാരണ ഈ പഴയ ഡ്രൈവേഴ്സിന് ഭയങ്കര അഹങ്കാരമാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവർക്ക് മാത്രമേ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് ഓടിക്കത്തുള്ളൂ. ഇപ്പോഴുള്ള ചെറുപ്പക്കാർ നേരെ വണ്ടി ഓടിക്കത്തില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ചേട്ടൻ അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെയില്ല, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ഒരേപോലെ തന്നെ പോകുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ ആണോ? ഈ ചെറുപ്പക്കാരുടെ അടുത്ത് ചോദിക്കും, ഒരേപോലെയാണോ? ഒരിക്കലും അല്ല. ഇപ്പൊ യുവതലമുറ അല്പം ഫാസ്റ്റ് അല്ലേ? തീർച്ചയായും. അപ്പൊ ഈ വയസ്സന്മാരെ കൊണ്ട് വണ്ടി റോഡിൽ ഇറക്കുമ്പോഴേക്കും അവര് വണ്ടി കാരണം റോഡിൽ നമുക്ക് ഓട്ടിക്കാൻ, യുവാക്കൾക്ക് ഓട്ടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. മത്സര ഓട്ടമാണ്, എല്ലാവരും മത്സര ഓട്ടമാണ്. പിന്നെ ആർക്കും ക്ഷമയില്ലാത്തതാണ് മെയിൻ കാരണം. വീട് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്. അപ്പൊ ഈ വീട് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി നോക്കുവോ, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ളാറ്റിലേക്ക് മാറുമോ, അല്ലെന്നുണ്ടെങ്കിൽ വില്ലയിലേക്ക് മാറുമോ? ചേട്ടന്റെ സ്വപ്നം എന്താണ് പാർപ്പിടത്തിൽ? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ ഒരാളാണ്. അപ്പോൾ എനിക്കൊരു സ്വന്തമായിട്ടൊരു കൊച്ചു വീട് വെക്കണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഉമ്മയുടെ സ്വപ്നം എന്താണ്? വീട്ടില് ഇനിയും പഴയ ഉണ്ടായിരുന്ന പാരമ്പര്യമായിട്ടുള്ള വീടുകളാണ് ഇഷ്ടം? ഒരു സ്വപ്നമില്ല, എന്റെ മക്കള് നല്ല രീതിയിൽ നിൽക്കണം, അവര് നല്ല രീതിയിൽ പാർപ്പിടമായിരുന്നാലും എല്ലാം പണിയണമെന്നാണ് ആഗ്രഹം. ചേട്ടന്റെ ആഗ്രഹം എന്താണ്? നല്ല രീതിയിൽ എൻ്റെ 2 മക്കളുണ്ട്. അവർക്ക് 2 പേർക്കും നല്ല രീതിയിലൊരു വീട് വെച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹം. എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 50 ലക്ഷം രൂപ ചേട്ടന്റെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒരു വില്ലയിലേക്കോ ഫ്ളാറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ ഏതാണ് തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ? ഞാൻ വീട് വെക്കാനേ താല്പര്യപ്പെടും. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവർക്കുള്ള ചോദ്യം ഇതാണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ചേട്ടനോട് ചോദിക്കാനുള്ളത്, കാരണം നേരത്തെ യങ്സ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ വേണ്ടിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ മനോഹരമായി അലങ്കരിക്കാൻ പറ്റുന്ന മുറി ഏതാണ്? ഹാള്. വേറെ? ഹാള് തന്നെയാണ്. ഹാള് തന്നെയാണ്. ഹാൾ റൂം തന്നെയാണ്. എല്ലാവരും ഒരേ ഉത്തരവാണ്. വേറെന്തെങ്കിലും ഉത്തരവുണ്ടോ? എന്താണ്? അടുക്കളയും. ഒരു വീട്ടിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് അടുക്കള ആണോ? സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അടുക്കളയാണ്. അടുക്കള തന്നെ വൃത്തിയായിട്ടിരിക്കണം, ഏറ്റവും കൂടുതൽ അലങ്കരിക്കാൻ അടുക്കള തന്നെ പറ്റും. പക്ഷെ നമ്മൾ ഹാളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ പറയുന്ന അക്കാര്യത്തിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സാധനം ഇരിക്കുന്നുണ്ട്. മുളകും മല്ലിയൊക്കെ വെച്ച് അലങ്കരിച്ചൂടെ? അടുക്കളയിലേക്ക് മാറുന്നോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കള, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹാള്. അങ്ങനെ. അപ്പം ഇതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുന്ന സംഭവം, ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ അലങ്കരിക്കാൻ വേണ്ടി പറ്റുന്ന മുറി ഏതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വീകരണ മുറി എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അല്ലാതെ എവിടെയാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അലങ്കരിക്കാൻ പറ്റിയെന്നുള്ളത് ഉമ്മ പറഞ്ഞതുപോലെ നമുക്ക് പോകേണ്ടി വരുന്നത് അടുക്കളയിൽ തന്നെയായിരിക്കും. അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, അവിടെ അലങ്കരിച്ചും അടുക്കളയിൽ തന്നെ വൃത്തിയാക്കി വെക്കാം. പക്ഷെ എന്തായാലും ഇതിന്റെ ഉത്തരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സ്വീകരണ മുറി എന്നതായിരുന്നു. കൃത്യമായ ഉത്തരം എല്ലാവരും തന്നെ പറയുകയുണ്ടായി. ഇനി ഒരു ചോദ്യം കൂടി, ഒരു ജനറൽ നോളജ് ചോദ്യം കൂടിയാണ്. ഇനി വളരെ ഈസി ആയിട്ടുള്ള ജനറൽ നോളജ് ചോദ്യമാണ്. കാരണം ഇന്ത്യയിലെ പ്രശസ്തനായ സംഗീതജ്ഞൻ AR റഹ്മാൻ ഓസ്കാർ അവാർഡ് കൂടി നേടിയപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ മെലഡി സോങ്സ് കേൾക്കാത്തവരെ ആരും കാണൂല. പക്ഷേ AR റഹ്മാന്റെ ഒറിജിനൽ പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഉമ്മയ്ക്ക് അറിയാമോ AR റഹ്മാന്റെ ഒറിജിനൽ പേര് എന്താണെന്ന്? അറിയില്ല. എന്തെങ്കിലും ഗസ്. AR റഹ്മാന്റെ ഒറിജിനൽ പേര് എന്തായിരിക്കും? ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് മോഹൻ. വീട്ടിൽ വിളിക്കുന്ന പേര്?
നാട്ടുകാർ ദേഷ്യം തോന്നുമ്പോൾ വിളിക്കുന്ന പേര് പലതും വിളിക്കാം, ദേഷ്യത്തിനനുസരിച്ച് പലരും വിളിക്കാം. മോന്റെ ഇരട്ട പേരെന്താണ് സ്കൂളില്? അങ്ങനെ കള്ളത്തരം പറയരുത്, സ്കൂളിൽ ഇരട്ട പേര് ഇല്ല, അങ്ങനെ ഇല്ല. ഓക്കെ, ഉമ്മയ്ക്ക് അറിയാമോ എ ആർ റഹ്മാന്റെ? അപ്പോ ചേട്ടന് പല പേരുകൾ ദേഷ്യം വരുമ്പോൾ നാട്ടുകാർ വിളിക്കുന്നു പറഞ്ഞു. ഇവിടെ പേര് വിളിക്കത്തില്ല, ഇരട്ട പേരൊന്നും ഇല്ലെന്നാണ് ഈ മോൻ പറഞ്ഞത്. ഉമ്മയ്ക്ക് പേര് അറിയത്തില്ല. ചേട്ടൻ ഓർത്തെടുത്തോ എന്താണ് എ ആർ റഹ്മാന്റെ യഥാർത്ഥ പേര്? ദിലീപ് കുമാർ. എ ആർ റഹ്മാന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് AS ദിലീപ് കുമാർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായ ഉത്തരം പറഞ്ഞതുകൊണ്ട് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഫോക്കസിന്റെ പാർപ്പിടത്തിൽ ഇവർക്കുള്ള സമ്മാനങ്ങളാണ് ഇനി നൽകുന്നത്. ഇവർക്കുള്ള സമ്മാനങ്ങൾ ഇവയാണ്. ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ. എല്ലാവർക്കും ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്കിന്റെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ടുണ്ട്. ഒപ്പം AS ദിലീപ് കുമാർ എന്ന എ ആർ റഹ്മാന്റെ പൂർണ്ണ നാമം പറഞ്ഞ ചേട്ടന് പെരിയാർ നൽകുന്ന ഹോൾ വീറ്റ് ആട്ട സമ്മാനമായിട്ടുണ്ട്. ഒപ്പം വയസ്സായാലും ഞങ്ങൾ നേരെ തന്നെയാണ് ഓട്ടിക്കുന്നത്. എന്നെ പലരും ദേഷ്യം വരുമ്പോൾ പല പേരും വിളിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് സംതൃപ്തിയുടെ ഓയിൽ ആണ് സമ്മാനമായി നൽകുന്നത്. എന്തായാലും ഈ ആഴ്ചത്തെ പാർപ്പിടത്തിന്റെ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വ്യത്യസ്തമായ കുടുംബാംഗങ്ങളുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. This is Pradesh Shekhar signing off from Focus. Bye bye. We can learn about homeo medicine through Indian Homeo Care Health Plus. ഇന്ത്യൻ ഹോമിയോ കെയറിലെ ഡോക്ടർ അഭിലാഷ് വിശ്വനാഥനാണ് ഇന്ന് നമ്മോടൊപ്പം ഹെൽത്ത് പ്ലസിൽ. ഇന്ത്യൻ ഹോമിയോ കെയറിന്റെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? നമ്മുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ആളുകൾ എല്ലാ ട്രീറ്റ്മെൻറ്റും എടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ചില രോഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് പലരും അത് ഇൻക്യൂറബിൾ ആണ്, അതിനൊരു ചികിത്സാ രീതി ഇല്ല എന്ന് പറയുന്ന അസുഖങ്ങൾ, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള അസുഖങ്ങളാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, HbA പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്കെന്ന് പറയുന്നത് ഗൾഫിലല്ല, ഇപ്പോൾ ചില രാജ്യങ്ങളിലോട്ട് പോകാനൊക്കെ റെസ്ട്രിക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെന്ന് പറയുന്നത് മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ഒരിക്കലും പെട്ടെന്ന് ഫലപ്രദം ആകില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടാണ് പ്രത്യേക ട്രീറ്റ്മെൻറ്റ്. അതോടൊപ്പം തന്നെ SLE എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തന്നെ ശരീരം തന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ആ SLE എന്ന് പറയുന്നത് അവസ്ഥ വരുന്നത്. അപ്പോൾ അതിനും എന്ന് പറയുന്നത് പല ചികിത്സാ സമ്പ്രദായങ്ങളും വളരെ കുറഞ്ഞ ഒരു സക്സസ് റേറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള റെയറായിട്ടുള്ള കേസുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ, അങ്ങനെ എല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖങ്ങളൊക്കെ ഉള്ളവർ, അതിനൊക്കെ എങ്ങനെ ഹോമിയോപ്പതി പ്രാവർത്തികമാക്കാം, ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ പലർക്കും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് മൈഗ്രെയിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും എന്നിട്ടും കുറയാതെ വരിക, ആസ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ടോൺസിലൈറ്റിസ്, പിന്നെ അതേപോലെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ പുരുഷന്മാരിൽ കൂടുതൽ കാണപ്പെടുന്നതാണ് ഈ ബീജാണുക്കളുടെ കുറവ്. ബൈക്ക് യാത്രയും ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും കാരണം ബീജാണുക്കൾ വളരെയധികം കുറയുന്നതുണ്ട്. അപ്പം നമുക്ക് ഹോമിയോപ്പതിയിൽ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബീജാണുക്കൾ കൂട്ടാനും, അതേപോലെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ഡെങ്കു ഫീവറിൽ എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാനൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ പെട്ടെന്ന് സാധിക്കും. അതിനുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ഹോമിയോപ്പതി ചികിത്സാ രീതികളെ കുറിച്ച് നമ്മോടൊപ്പം ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹോട്ടൽ ജോയ്സ് പാലസ് ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. Homes no one wants to leave. Samson and Sons, Builders and Developers, Trivandrum. എന്റെ ആരോഗ്യമാണ്
എന്റെ സംതൃപ്തി. എന്റെ ടേസ്റ്റ് ആണ് എന്റെ സംതൃപ്തി. എന്റെ സൗന്ദര്യമാണ് എന്റെ സംതൃപ്തി. എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. ഇക്കോടെക് റോസ്റ്റഡ് മൈക്രോ പ്രോസസിംഗ് ഫിൽറ്റർ അഗ്മാക് ഇവ നിങ്ങളുടെ സംതൃപ്തിയെ ഏറ്റവും മികച്ചതാക്കുന്നു. സംതൃപ്തി 100% പ്യൂർ കോക്കനട്ട് ഓയിൽ. Try some tasty recipes. True Wide Range Restaurant Dubai. അൽക്കൈമൽ വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ് കുക്കറി ഷോയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷേരിയുടെ കറിയാണ്. ഷേരിക്കറി, അതായത് ഷേരി കാന്താരി. അത് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് വൈഡ് റേഞ്ച് റെസ്റ്റോറന്റിലെ മാസ്റ്റർ ഷെഫായ മിസ്റ്റർ രാജേഷ് കുമാറാണ്. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് ഷേരി കാന്താരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന്റെ ചേരുവകൾ എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, ഷേരി കാന്താരി അല്ലേ? ആദ്യമായിട്ട് കേൾക്കുന്നു ഇങ്ങനെ ഒരു പേര് തന്നെ. കാന്താരി മുളകില് അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കാന്താരി മുളകാണ്, കാന്താരി മുളകും ചെറിയുള്ളി അല്ലേ? അപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്ന പേസ്റ്റ് ആണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, മല്ലിയില, തേങ്ങ അരച്ചത്, പിന്നെ ഷേരി. ഇപ്പൊ ഒരു ഫിഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുള്ള ചേരുവകളാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പാൻ ചൂടാക്കാം. പാൻ ചൂടായി. ഇനി ആദ്യമായിട്ട് വെളിച്ചെണ്ണ. എത്ര ടീസ്പൂണാണ്? 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. എല്ലാ ഡിഷിനും സൗത്ത് ഇന്ത്യൻ ഡിഷിനെല്ലാം നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? പേസ്റ്റ് കാന്താരി മുളക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? ഇവിടെ കിട്ടും, പക്ഷെ വളരെ കോസ്റ്റ്ലി ആണ്, പിന്നെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്നാലും കാന്താരി മുളക് ചെറുള്ളിയും കൂടി അരച്ചത് ചതച്ചിട്ടേ ഉള്ളൂ, വലിയ പേസ്റ്റ് അല്ല. ഒരു 4 ടീസ്പൂണാണ്. ഇനി എന്താണ് ഇതിന്റെ വേറെ മസാലാസ് ഒന്നും ചേരുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണിന്റെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് വെള്ളം ഒഴിക്കാൻ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലൈറ്റ് ആയിട്ട് വെള്ളം ഒഴിക്കാം. മീൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം. ആദ്യം എന്താ ചെയ്തെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കാന്താരി മുളകും ചെറിയുള്ളിയും കൂടി അരച്ചത്, വലിയ പേസ്റ്റ് അല്ല, അത് ആ ഗ്രേവി അതിനകത്ത് കിടന്ന് വഴറ്റി ആ പച്ചമുളക് മാറി വന്നു കഴിഞ്ഞപ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെ വെള്ളം ഒഴിച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ശരിയൊക്കെ പെട്ടെന്ന് വേവുന്നതാണ് അല്ലെ? ഇപ്പൊ മലയാളീസ് ഒക്കെ ഒരുപാട് അന്വേഷിച്ച് വരുന്നതാണ്. ഇപ്പൊ ശരി ഏകദേശം നമുക്ക് തുറന്നിട്ട് സെർവിംഗ് പാനിലേക്ക് മാറ്റാം. ആയില്ല. ഇനിയിപ്പം നമുക്ക് തേങ്ങ അരച്ചതില്ലേ? തേങ്ങ അരച്ചത് അത് ചേർക്കണം. തേങ്ങ നല്ല മഷി പോലെ അരച്ചതാണ്. ഇനി എന്താണ് നമുക്ക് കൊടംപുളി അല്ലേ? ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊടംപുളിയാണത്. ഒരു 2-3 പീസ്. ഇനി ഇതിനകത്ത് വേറെ എന്താണ്? ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇനി കുറച്ച് ഉപ്പിടാം. നമുക്ക് ഉപ്പിടാം. ശരി വന്നിരിക്കുകയാണ്. ശരി വെന്തോ. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കുറച്ച് മല്ലിയില വിതറാണ്. ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ്. അതിനുശേഷം നമുക്ക് വേറൊരു സെർവിംഗ് പാനിലേക്ക് അല്ലേ? അപ്പോൾ വൈഡ് റേഞ്ച് സ്പെഷ്യൽ ഷേരി കാന്താരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പാനിലേക്ക് മാറ്റാം. കണ്ടല്ലോ, ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ പ്രത്യേകതരം ചട്ടി, മൺചട്ടിയാണ്. എങ്ങനെയാണ് ഇവിടെ ഇത് വിളമ്പുന്നത് അല്ലേ? ഇവിടുത്തെ അധിക ഡിഷും ചട്ടിയിലാണ്. പിന്നെ അതുപോലെ വാഴലേവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ചട്ടിയിൽ നമ്മൾ സെർവ് ചെയ്യാൻ പോവാം അല്ലേ? ശരിക്കും ഇതിന് ഒരു പ്ലേറ്റിന് എത്രയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? ഇതിന് 25 രൂപ. 25 എന്തിനൊപ്പമാണ് ഇത് കൂടുതലായിട്ട്? അപ്പത്തിനൊപ്പം. അപ്പൊക്കെ ഇവിടെ ഫ്രഷ് ആയിട്ട് നല്ല ചൂടോടുള്ള നേരിട്ട് അപ്പം തന്നെ നമുക്ക് ഓർഡർ പ്രകാരമാണ്. ഏത് ഫുഡ് ഓർഡർ പ്രകാരം ഇവിടെ അടിക്കാം. ഇതപ്പോൾ നല്ല ആവി വറക്കുന്ന ഷേരി കാന്താരിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് വൈഡ് റേഞ്ച് സ്പെഷ്യൽ ഷേരി കാന്താരി, അത് മൺചട്ടിയിൽ. അപ്പോൾ ഇതൊന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യണം. ആദ്യം ഗ്രേവി ടേസ്റ്റ് ചെയ്യാം. ആഹാ, സത്യമായിട്ടും നല്ല ടേസ്റ്റ്, അടിപൊളി, വെറുതെ പറയുന്നതല്ല. ആ പുളിയൊക്കെ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. കുത്തിരിച്ചോറിനൊപ്പം വേണമെങ്കിൽ കഴിക്കാം. മനസ്സറിഞ്ഞ് പറയാണ്, വെറുതെ പറയുന്നതല്ല, അത്ര രുചി. ഇത് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. Don't be afraid of badness.
We can give one best solution from Gateway Beaumonts. Most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. ഹെയർ ഫിക്സിംഗ് രംഗത്തെ വിശ്വസ്ത നാമം ഗേറ്റ്വേ ബ്യൂമോൺസ്. 19 വർഷത്തെ സേവന പാരമ്പര്യം, ലക്ഷത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സ്. ഗേറ്റ്വേ ബ്യൂമോൺസിൽ വരുന്ന കസ്റ്റമേഴ്സ് പുതിയ കസ്റ്റമേഴ്സ് മാത്രമല്ല, പല പല സ്ഥലത്തിൽ ഹെയർ ഫിക്സിംഗ് ഒക്കെ വേറെ വേറെ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. പല ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്, പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ബട്ട് ആ ആൾക്കാരാണ് 75% ഡിഫറെൻറ്റ് പല സ്ഥലത്തുനിന്ന് വരുന്നവരാണ് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സായിട്ട് കൂടുതൽ 75% കൂടുതൽ വരുന്നത്. ബിക്കോസ് നമ്മൾ അത്ര 100% പെർഫെക്ഷൻ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കുന്ന രീതി ഈസ് ടോട്ടലി ഡിഫറെന്റ്. അത് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. Gateway Beaumonts Hair Fixing. ഒത്തിരി കഷണ്ടി ആയിട്ടുള്ളവർക്ക് ഒരു തോന്നൽ, ഇത് വെച്ചാ വിഗ് പോലെ ഇരിക്കുമെന്ന്. അത് നിങ്ങൾക്ക് പിന്നീട് കാണാം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. അതിൽ നിങ്ങൾ മാർക്കിടും നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും. പിന്നെ ഗേറ്റ്വേ ബ്യൂമോൺസ് ഇത്ര വർഷങ്ങളായിട്ടും നമ്മൾ ഓരോന്നോരോന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് കേരളം മൊത്തം 12 ബ്രാഞ്ചുകളാണുള്ളത്. പിന്നെ പുറത്ത് എന്ന് പറയുന്നത് ബാംഗ്ലൂരുണ്ട്, ഡൽഹി ഉണ്ട്. ഇത്ര എക്സ്പാൻഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ പെർഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ്, ജനങ്ങളുടെ അംഗീകാരം കൊണ്ടാണ്, ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്ര ബ്രാഞ്ചസ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരാൾ തിരുവനന്തപുരത്ത് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്ക് കാഞ്ഞങ്ങാട്, കാസർഗോഡ് സൈഡിൽ പോയിട്ട് സർവീസ് ചെയ്യാം. കൊല്ലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എറണാകുളത്ത് ചെയ്യാം. അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ, അവർക്ക് എവിടെ വേണമെങ്കിലും പോയി സർവീസ് ചെയ്യാനുള്ള സംവിധാനം ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗിനുണ്ട്. Most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. ഗേറ്റ്വേ ബ്യൂമോൺസിനുള്ള ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഫിലിം സ്റ്റാർസ് ആണ് കൂടുതലും ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാം. ബിക്കോസ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ സിദ്ദിഖ് സാർ തന്നെ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പം സിദ്ദിഖ് സാറൊക്കെ പ്ലസ് നിരവധി ഫിലിം സ്റ്റാർസ് ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സസ്പെൻസ് ഉണ്ട്. അപ്പം അത്രയ്ക്ക് ഫിനിഷിംഗ് ഉള്ള രീതിയിൽ നമ്മൾ പെർഫെക്ഷനിൽ ക്ലാസ് ആണ്. അതിലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് കാണുമ്പോൾ ജനങ്ങളത് കണ്ട് അംഗീകരിച്ചിട്ടാണ് ഗേറ്റ്വേ ബ്യൂമോൺസിന് മാർക്ക് കൊടുത്തിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. മീൻസ് പെർഫെക്ഷൻ ഈസ് ദ മെയിൻ തിങ്. Most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഇപ്പം ഏത് രീതിയിൽ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ വേണമെങ്കിൽ അതുകൊണ്ട്, കുളിക്കുമ്പോൾ എടുക്കണ്ട, കിടക്കുമ്പോൾ എടുക്കണ്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിടിച്ചു വലിച്ചാലും വരാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണോ ആ രീതിയിൽ നമുക്ക് ചെയ്യും. ഇപ്പം കുറച്ചായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെറിയ രീതി ഇപ്പം സൈഡ് കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് മാത്രം ചിന്തിക്കരുത്, പലയിടത്തും പലത് ചെയ്യുന്നുണ്ടാവും. ഒരിക്കലും നിങ്ങൾ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിങ്ങുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് രീതിയാണ്. ഞാൻ പറഞ്ഞ പ്രകാരം ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ ഞങ്ങൾ ചെയ്തു തരും. പെർഫെക്ഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ഞങ്ങൾ പറയുന്ന പോലെയല്ല, നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മൾ അതുപോലെ ഡിസൈൻ ചെയ്തു തരും. Most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതുപോലെയാണ് ഞങ്ങൾ ഹെയർ ഫിക്സിങ് ചെയ്യുന്നത്. ചുമ്മാ അത് ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ, ചുമ്മാ വിഗ് വെച്ച പോലെ എന്തോ തലയിൽ കയറ്റി വെച്ച് പറഞ്ഞു വിടുന്ന സംഭവമല്ല ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിങ്. ഇറ്റ് ഈസ് റിയലി സൂപ്പർ. മാർക്ക് ഇടുമല്ലോ, അതുപോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ബി കോൺഫിഡൻറ്റ്. Most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. ഇത്ര സൈഡ് മാച്ചും പെർഫെക്റ്റ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇപ്പം പുള്ളിയുടെ കഷണ്ടി കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊരിത്, അല്ലാതെ നിങ്ങളിപ്പം പറഞ്ഞു ഇത് വെച്ചതാണ് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. ഇത് വലിച്ച പോലും വരില്ല കേട്ടോ, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് എല്ലാം ഏത് രീതി, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ജീവിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്റ്റൈലുകൾ നിങ്ങൾക്ക് ചെയ്തെടുക്കുക. അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സ് ചെയ്ത് തരും. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ. സോ ബി കോൺഫിഡൻറ്റ്. ആവശ്യക്കാരാരാണോ പ്ലീസ് ഗേറ്റ്വേ ബ്യൂമോൺസിനെ അപ്രോച്ച് ചെയ്യും. ഞാൻ വിളിക്കേണ്ട കാര്യമില്ല, ബട്ട് നിങ്ങൾ കാണുമ്പോൾ ഓടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Most trusted hair fixing name in Kerala, Gateway Beaumonts Hair Fixing. Al Falah Group of Hotels, Hotel Dubai International. Hotel Dubai International
Press Road, Trivandrum. കൊളസ്ട്രോളിനെയും ക്യാൻസറിനെയും വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള പവിഴം റൈസ് ബ്രാൻ ഓയിൽ ഉള്ളപ്പോൾ എന്തിന് മറ്റൊരു ഓയിലിനെ കുറിച്ച് ചിന്തിക്കണം? ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. പവിഴം റൈസ് ബ്രാൻ ഓയിൽ. എന്റെ ആരോഗ്യമാണ് എന്റെ സംതൃപ്തി. എന്റെ ടേസ്റ്റാണ് എന്റെ സംതൃപ്തി. എന്റെ സൗന്ദര്യമാണ് എന്റെ സംതൃപ്തി. എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. ഇക്കോടെക് റോസ്റ്റഡ് മൈക്രോ പ്രോസസിംഗ് ഫിൽറ്റർ അഗ്മാക് ഇവ നിങ്ങളുടെ സംതൃപ്തിയെ ഏറ്റവും മികച്ചതാക്കുന്നു. സംതൃപ്തി 100% പ്യൂർ കോക്കനട്ട് ഓയിൽ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Let's see some wide tasty recipes of Gafurka Tattukada, Dubai. ഗഫൂർക്കാസ് തട്ടുകട കുക്കറി ഷോയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു പോത്ത് വിഭവമാണ് പോത്ത് കുടക് മസാല. അതായത് കുടകിലെ ആളുകൾ ഉപയോഗിക്കുന്ന മസാല ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനെ പോത്ത് കുടക് മസാല എന്ന് പറയുന്നത്. ഇത് സെയിം നമ്മൾ ആടിലും ചെയ്യുന്നുണ്ട്. മട്ടൻ കുടക് മസാല അല്ലെങ്കിൽ ആട് കുടക് മസാല അത് നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ഇന്നും ഇവിടുത്തെ മാസ്റ്റർ ഷെഫായ ബിജു ആണ്. ഹായ് ബിജു. പോത്ത് കുടക് മസാല അല്ലേ, അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഓക്കെ. പിരിയൻ മുളക് ചതച്ചത്, ഗഫൂർക്കാസ് മസാല, പോത്ത് കുടക് മസാല. കുടക് മസാലയാണോ അതല്ലേ? ഗഫൂർക്കാസ് സ്പെഷ്യൽ കുടക് മസാല, ഗഫൂർക്കാസ് സ്പെഷ്യൽ കുടക് മസാല. അതുപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, പെപ്പർ ഉണ്ട്, കുരുമുളക് ഉണ്ട്, പച്ചമുളക്, തക്കാളി സ്ക്വയർ ആയിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പശു നെയ്യ്, നല്ല ശുദ്ധമായ നെയ്യ്, തേങ്ങ, മഞ്ഞൾപ്പൊടി, പോത്ത്. അപ്പൊ ആദ്യം നമ്മള് പാൻ ചൂടാക്കുന്നു. വെളിച്ചെണ്ണ, വളരെ കുറച്ച് വെളിച്ചെണ്ണ. പിരിയൻ മുളക് ഒന്ന് ചതച്ചത്, അതൊരു 2 ടീസ്പൂൺ ആദ്യം എണ്ണയിലേക്ക് ഇട്ടു. പിന്നെ കുടക് മസാല, ഗഫൂർക്കാസ് സ്പെഷ്യൽ കുടക് മസാല, പോത്തിന് ആവശ്യമായിട്ടുള്ള പോത്ത് കുടക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗഫൂർക്കാസ് സ്പെഷ്യൽ മസാല. ശേഷം ഇഞ്ചി ചതച്ചത് ഒരു 1/2 ടീസ്പൂണോളം, അത് വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ വെളുത്തുള്ളി. അപ്പം ആദ്യം വെളിച്ചെണ്ണ വെച്ചു, അത് ചൂടായതിനു ശേഷം ചതച്ച പിരിയൻ മുളക് ഇവിടെ ചതച്ചെടുത്താണ്, അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ പോത്ത് കുടക് മസാലയ്ക്ക് ആവശ്യമായ ഗഫൂർക്കാസ് സ്പെഷ്യൽ കുടക് മസാല, അത് 1/2 ടീസ്പൂൺ ഇട്ടു. ഒരെണ്ണം 1/4 ടീസ്പൂൺ ആണല്ലേ, ഒരു മസാല 1/4 ടീസ്പൂൺ ആണ് ഇട്ടത്. പിന്നെ ജിഞ്ചർ പേസ്റ്റ്, അതുപോലെ ഗാർലിക് പേസ്റ്റ്, അതും 1/2 ടീസ്പൂൺ വെച്ച് ഇട്ടു. മഞ്ഞൾപ്പൊടി ശകലം. ഇനി അത് നന്നായിട്ട് സോൾട്ട് ആയിട്ടുണ്ട്. 1 കപ്പ് തക്കാളി. പോത്ത് കുടകിന് ആവശ്യമായ മസാലയാണ് നമ്മൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് പോത്ത്, ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പോത്താണ്, ഫ്രഷ് പോത്ത്. 1 ടീസ്പൂൺ കുരുമുളക്, പച്ചമുളക്. സ്പൈസി ആണല്ലേ? സ്പൈസിയാണ് സാധനം. ഓക്കെ. വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ഏകദേശം ഒരു 3 എണ്ണം. ഇത് നമുക്ക് ഇനി ഒരു ഇലയിലേക്ക് മാറ്റാം. ഓക്കെ. ശരിക്കും UAE വന്നാൽ ഇലയൊക്കെ കാണുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. ഇനി അതിലേക്ക് പശു നെയ്യ്, ആവശ്യത്തിന് ശുദ്ധമായ നെയ്യ് അതിൽ വെക്കാം. ഓക്കെ. എണ്ണയൊന്നും ഒഴിക്കണ്ട, ഒന്നും വേണ്ട. അപ്പൊ ആ വാഴയിലയുടെ ഫ്ലേവർ കൂടി ആ ബീഫിലേക്ക് ആ പോത്തിലേക്ക് ഇറങ്ങും. എത്ര നേരം എടുക്കും? ഏകദേശം 2 മിനിറ്റ് വെച്ചാൽ 2 മിനിറ്റ്. ശരിയായിനെ, നമുക്ക് ഇനി സെർവ് ചെയ്യാം. ഓക്കെ. നമ്മുടെ പോത്ത് കുടക് മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൽ നമുക്കൊരു സെർവിങ് പാനിലേക്ക് മാറ്റാം. പോത്തിൻ്റെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ? അപ്പോൾ ഈ പോത്ത് കുടക് മസാല നമുക്കിതൊന്ന് ഇനി അഴിക്കണ്ടേ? അഴിക്കാം. അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കണ്ടല്ലോ വാഴയിലയുടെ ആ ഒരു ഇത് സൂപ്പർ, കാണാനും നല്ലതാണ്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അടിപൊളി, നന്നായിട്ടുണ്ട്. ചൂടാണോ നോക്കുന്നില്ല, കഴിക്കണം.
അപ്പോൾ ബിജു, വളരെയധികം സന്തോഷം. ഞാൻ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നത് കാരണം ബീഫ് എനിക്ക് വലിയ ഇഷ്ടമാണ്. പ്രേക്ഷകർക്ക് നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബീഫ് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. I think you all are enjoy this episode. So I am going to wind up. Please send your suggestions and remarks. Our mail ID focus123@gmail.com. So, bye. Hotel Joyce Palace Focus. This program is sponsored by ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് തിരുവനന്തപുരം. In association with Al-Falah Group of Hotels, Hotel Dubai International, Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. സംതൃപ്തി 100% pure coconut oil. പവിഴം റൈസ് ബ്രാൻ ഓയിൽ.